പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കാർഷിക വിഷയങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJPയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ട്രാക്ടർ റാലി മണ്ഡലത്തിലുടനീളം നടത്തി കാർഷിക വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് BJP. കാർഷിക പ്രശ്നം തന്നെയാണ് പാലക്കാട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. അതെ, ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ, വിവാദങ്ങളല്ല, ഇവിടുത്തെ പാലക്കാടത്തെ വികസനം ചർച്ച ചെയ്യണം, ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. ഈ 3 പഞ്ചായത്തുകളിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് കർഷകരാണ്. അവരുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. അവർ വലിയ ദുരിതത്തിലാണ്. അവരുടെ കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കുന്നില്ല. സംഭരിച്ച നെല്ലിൻ്റെ വില PRS വായ്പയായിട്ടാണ് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതുവരെ നെല്ലിൻ്റെ സംഭരണ വില പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും നെല്ലിൻ്റെ സംഭരണ വില വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ ഓരോ വർഷവും നെല്ലിൻ്റെ സംഭരണ വില കുറയ്ക്കുന്നു. ഇത് കർഷകരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രതിഷേധമുള്ള കാര്യമാണ്. കർഷകർ വലിയ ദുരിതത്തിലാണ്, വലിയ പ്രതിഷേധത്തിലാണ്. ഓരോ വർഷവും ഈ താങ്ങുവില കുറച്ച് കൊണ്ടുവരുന്ന നടപടി അവസാനിപ്പിച്ച് കർഷകർക്ക് അനുകൂലമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണമെന്നാണ് പറയുന്നത്. അതെ, കർഷകരുടെ കൂടെയാണെന്ന് പറയുന്ന സർക്കാർ കർഷകർക്ക് നെല്ലിൻ്റെ സംഭരണ വില സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. സംസ്ഥാന വിഹിതം കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായിട്ട് വർദ്ധിപ്പിച്ചാൽ ഇപ്പോൾ ഒരു കർഷകന് 1 കിലോ നെല്ലിന് 35 രൂപ കേരളത്തിൽ ലഭിക്കും. അതിനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നില്ല. കണ്ണാടിയും അതുപോലെ തന്നെ മാത്തൂരും എല്ലാം പിന്നിട്ട് പ്രാരിയിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് കർഷകരിൽ നിന്നും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും കിട്ടുന്നൊരു സപ്പോർട്ട്? പാലക്കാട് കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും NDA ആണെന്ന് പാലക്കാട്ടെ കർഷകർക്കറിയാം. ഞങ്ങൾ ഇന്ന് തുടങ്ങിയ സമരമല്ല, കഴിഞ്ഞ നാളുകളിലും പാലക്കാട്ടെ നെൽകർഷകർക്ക് വേണ്ടി കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ച മുന്നണിയാണ്. UDF ഞങ്ങൾ ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ച ഈ ട്രാക്ടർ റാലി, ആ റാലി കർഷകരുടെ മുഴുവൻ പിന്തുണയും ഞങ്ങൾക്ക് അനുകൂലമാവുമെന്ന് അറിഞ്ഞതുകൊണ്ട് പ്രഹസനമായിട്ടൊന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ട്രാക്ടർ റാലിയാ. ഞാൻ ചോദിക്കട്ടെ, നിയമസഭയ്ക്ക് അകത്ത് ഈ വിഷയങ്ങൾ ഉന്നയിക്കേണ്ട ആളല്ലേ ശ്രീ ഷാഫി പറമ്പിൽ? പാലക്കാട്ടെ കർഷകർക്ക് വേണ്ടിയിട്ട് നിയമസഭയ്ക്ക് അകത്ത് ഇതുവരെ എത്ര തവണ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്? VK ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ MP ആണല്ലോ. ഇന്നല്ലല്ലോ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ അറിയുന്നത്. എന്തുകൊണ്ട് ഇത്രയും ദിവസം, തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും ദിവസം കർഷകരുടെ വിഷയങ്ങൾ ചർച്ചയാക്കിയില്ല?